കൃഷ്ണ ഈ വേഗമേ. ആഹാ, ഇന്നെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഞാൻ കുറെ ദിവസം കൊണ്ട് സന്തോഷത്തിലാണല്ലോ. ആ, ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. ഉണ്ട്. എന്റെ കുറെ പ്രശ്നങ്ങള് ഇന്നലെ രാത്രി മാറി. എന്ത് പ്രശ്നം? അപ്പോ മാഡം പറഞ്ഞു വരുന്നത് എല്ലാം ഇവിടെ വെച്ച് മതിയാക്കാന്നാണോ? മതിയാക്കണ്ടേ അജ? പ്രായത്തിനൊത്ത പക്വത ഇനിയെങ്കിലും കാണിക്കണ്ടേ? ഇനിയും ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്ക് തന്നെ വലിയ അപകടമാവും. ഇത് ഞാൻ പലതവണ പറഞ്ഞതാ, അപ്പോഴൊന്നും മനസ്സിലായില്ല. ഇപ്പൊ സ്വയം തോന്നിക്കാണും നന്നാവണമെന്ന്. താൻ കുറെ നേരം കൊണ്ട് ഒരാളെന്ന് പറയുന്നല്ലാതെ ആളാരാണെന്ന് പറയുന്നില്ലല്ലോ. ആരാ അത്? സച്ചേട്ടനെ അറിയാത്ത ഒരാളാ. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ ആള് നന്നായതോടെ ഇനി ഒരു പ്രശ്നവും ഇല്ല. എനിക്കും സച്ചേട്ടനും ഇനി സുഖമായിട്ട് ജീവിക്കാം. ജീവിക്കില്ല. അങ്ങനെ ഒരു ജീവിതം അവന്തികയ്ക്ക് ജീവിക്കേണ്ടി വന്നാ ഞാൻ എന്നെ തന്നെ അങ്ങ് അവസാനിപ്പിക്കും. മാഡം ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ കരുതി ശത്രുക്കളോടെല്ലാം ക്ഷമിച്ച് മര്യാദക്ക് ജീവിക്കാൻ പോവാണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ നിനക്കിതെല്ലാം തോന്നിയെങ്കിൽ ഇതെല്ലാവർക്കും തോന്നണം. അവന്തിക ശത്രുക്കളോട് എല്ലാവരോടും ക്ഷമിച്ചു എന്നും ഇപ്പൊ സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുകയാണെന്നും. മര്യാദയ്ക്ക് ജീവിക്കുന്ന സച്ചേട്ടാ ഇക്കാലത്തെ ഏറ്റവും പാടുള്ള കാര്യം. സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ അതിനേക്കാളും പാടാ. ചിലപ്പോ നമ്മൾ ശ്രമിച്ചാലും ചുറ്റുപാടും കൂടെയുള്ളവര് അതിന് സമ്മതിക്കില്ല പലപ്പോഴും. അത് താൻ പറഞ്ഞ നേരെ. നമ്മളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടി നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ് മനുഷ്യത്വം. അത് ആവോളം എന്റെ ഭാര്യയ്ക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. എങ്കിലത് ഈ അവന്തികയ്ക്ക് തീരെയില്ല. സ്നേഹം, കാരുണ്യം, മനുഷ്യത്വം ഇതെല്ലാം ഒരു കുഴികുത്തി മൂടിയിട്ടാ അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് യാത്ര തിരിച്ചത്. യാത്രാമധ്യേ ഒരിടത്തും ഇപ്പതാ ഇവിടം വരെ മറ്റൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം, അല്ലെങ്കിൽ അത് അപകടമാ. നമ്മൾ കാണുന്നവരാവില്ല നമുക്ക് ചുറ്റും. തെറ്റുള്ളവര് പല ആവർത്തി ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നത് മണ്ടത്തരം. ഇതുപോലെ ഞാൻ നേരത്തെ കൂട്ടി ആലോചിച്ചതുകൊണ്ടാ പ്രശ്നങ്ങളൊക്കെ തീർന്നതും ഞാനിപ്പോ സന്തോഷമായിട്ട് സച്ചേട്ടനോടൊപ്പം ഉള്ളതും. അപ്പോ ഇനി പറയത്തക്ക പ്രശ്നമൊന്നും എന്റെ ഭാര്യയ്ക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? വിശ്വസിക്കണം. അങ്ങനെ എല്ലാവരും വിശ്വസിക്കാവൂ. അർച്ചന പ്രത്യേകിച്ചും. അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നും ഇനി അങ്ങോട്ട് സമാധാനപരമായ കുടുംബജീവിതം അവളെ കാത്തിരിക്കുകയാണെന്നും അവള് വിശ്വസിക്കണം. പക്ഷേ അവൾ അറിയുന്നില്ല ശരിക്കുമുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് ഇനിയാണെന്ന്. ഇനിയും പഴയ പോലെ എന്നോട് പെരുമാറിയ ഞാനും പഴയ അർച്ചനയാവും. താനെന്തായാലും തന്നോട് തെറ്റ് ചെയ്ത ആളോട് ക്ഷമിച്ചു. ഇനി ആ അധ്യായം ഒന്ന് മടക്കിയേക്ക്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും അത് ആരാന്നറിയാത്ത ഒരു കൗതുകമുണ്ട് കേട്ടോ. നിന്റെ ചോദ്യത്തിന്റെ ഈ കൗതുകം ഞാൻ മാറ്റിത്തരാം. ഒരാളുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കൂടെ നിന്ന് ചതിച്ചു തോൽപ്പിക്കുന്നത്. അവര് കരയുമ്പോ ഉള്ളിൽ ചിരിച്ച് നമ്മളും അവർക്കൊപ്പം കരയണം. അവര് ചിരിക്കുമ്പോ ഉള്ളിലെ അമർഷം മറച്ചുവെച്ച് നമ്മളും ചിരിച്ച മുഖവുമായി അവർക്കൊപ്പം നിൽക്കണം. പുറമേ ചിരിച്ച് ഉള്ളിൽ മറ്റൊന്നുമായി നടക്കുന്ന ഒരാളും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഇനി വന്നാലും അതിനെ എങ്ങനെ തടയണമെന്ന് എനിക്കറിയാം. നിനക്കറിയാത്ത കാര്യങ്ങൾ ഓരോന്നായി നീ പഠിക്കാൻ പോവാ അർച്ചന. ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഒരേടത്തിയുടെ സ്നേഹം തന്നുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. അർച്ചനെ വെള്ള പുതപ്പിച്ച് വൃന്ദാവനം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇപ്പം ഞാൻ കാണുന്ന ആദ്യത്തെ സ്വപ്നം. സന്ധ്യ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ ഈ വരവ്? പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രത്യക്ഷപ്പെടണമെന്ന് വിധിയുണ്ടെങ്കിൽ
നമ്മളവിടെ എത്തിച്ചേരണ്ടേ? ആ അവന്തിക്ക് എന്താ വിശേഷിച്ച്? ഇന്നലത്തേതിന്റെ ബാക്കി വെല്ലുവിളിയായിട്ട് ഇറങ്ങിയതാണോ, അതോ പരിചയക്കാരെ തല്ലിയതിന് കണക്ക് ചോദിക്കാൻ വന്നതോ? ഒന്നിനുമല്ല. ആ അർച്ചന നിങ്ങളെ വിളിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. അച്ഛനോടൊന്നും പറയാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറിയതും നന്നാവാൻ അവസാനമായി ഒരു ചാൻസ് കൂടി തന്നതും. എന്നിട്ട് എങ്ങനെ നന്നാവാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇത്രയും നാൾ എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലൊന്നും അല്ലായിരുന്നു. അതെന്നേക്കാൾ നന്നായി അറിയാവുന്നത് സന്ധ്യയ്ക്കും അർച്ചനയ്ക്കും ഒക്കെയാ. എന്നെ മനസ്സിലാക്കിയവരാരും ഇല്ലെന്നുള്ളതാ സത്യം. കാരണം മനസ്സിലാക്കാൻ മാത്രം ആരോടും ഒരു ഹൃദയബന്ധമൊന്നും ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നില്ല. അത് മനഃപൂർവ്വം തന്നെയാ, ഭയം കൊണ്ടാണെന്നും പറയാം. അങ്ങനൊരു ആത്മബന്ധം ഉണ്ടായി സ്നേഹക്കുരുക്കിൽ പെട്ടുപോയാൽ എൻ്റെ ലക്ഷ്യങ്ങളെ ഞാൻ മറക്കും. എൻ്റെ വഴികളിൽ അപകടങ്ങളുണ്ടാവും. ഇപ്പം ഇവിടേക്ക് ഞാൻ വന്നത് നിങ്ങളോട് രണ്ടുപേരോടും മാപ്പ് പറയാനാ. മാപ്പല്ല, ഏറ്റുപറച്ചിൽ. ഇനിയൊരു കുമ്പസാരത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ചെയ്ത കുറേയൊക്കെ നിങ്ങൾക്കറിയാലോ. ബാക്കിയൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളിൽ ആദ്യത്തേത് എൻ്റെ കൂട്ടുകാരിയായിരുന്ന നിന്നോട് ചെയ്തതാ. പക മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, കണ്ണിലിരുട്ടും. ചെയ്തു കൂട്ടിയതിനൊക്കെ എന്ത് പ്രായശ്ചിത്തം ചെയ്താലാ ദൈവത്തിന്റെ കോടതിയിൽ മാപ്പ് കിട്ടാന്നറിയില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലാം തിരുത്തണം എനിക്ക്. ചെയ്തതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അവന്തിക പറയുമ്പോൾ താൻ നന്നായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? നന്നാവണം, ഒരുപാട് നന്നാവാനുണ്ട്. അതിന് നിങ്ങളും എന്നെ സഹായിക്കണം. അവന്തിക അങ്ങനൊരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടേക്കല്ല വരേണ്ടിയിരുന്നത്, അർച്ചനയുടെ അടുത്തേക്ക്. താൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും ഉപദ്രവിച്ചതും അർച്ചനയാണ്. എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറ്റമല്ല ഏറ്റു പറഞ്ഞതും ക്ഷമ ചോദിച്ചതും അർച്ചനോട് തന്നെയാ. എന്നെ പുറംകാലുകൊണ്ട് തൊഴിക്കുന്ന ഞാൻ കരുതിയത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർച്ചന എന്നോട് ക്ഷമിച്ച് എന്നെ ചേർത്ത് പിടിച്ചു. അവന്തിക ശരിക്കും തോറ്റതും ഒന്നും അല്ലാതായി പോയതും ആ ഒരു നിമിഷത്തിലായിരുന്നു. ഞാൻ നിസ്സാരമായി കണ്ടതെല്ലാം മറ്റു പലർക്കും ഉള്ളു പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരുന്നെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. നന്നായി അവന്തിക. കുറച്ച് വൈകിയാലും തിരിച്ചറിവുണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാ. ഇതൊരിക്കലും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ കരുതിയപ്പോഴും അർച്ചന പറയുമായിരുന്നു നിന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന്. നീ ഇനിയുള്ള നിന്റെ ജീവിതത്തിന് കടപ്പെട്ടിരിക്കേണ്ടത് അർച്ചനയോടാ. അർച്ചന എല്ലാം നിന്നോട് ക്ഷമിച്ചെങ്കിൽ എനിക്കോ ഇക്കോ നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, ഒരു പരിഭവവും ഇല്ല. സന്തോഷം. ഇനി കൂടുതലായൊന്നും പറയുന്നില്ല. അവന്തിക മാറിയെന്ന് ഇനിയുള്ള എൻ്റെ ജീവിതം കൊണ്ട് എല്ലാരെയും ബോധ്യപ്പെടുത്താനാ ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലതേ വരുള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥന നിന്നോടൊപ്പം ഉണ്ടാവും. ശരിക്കും ഇനിയാണ് അവന്തിക നീ ജീവിക്കാൻ പോകുന്നത്. നീ ചുറ്റും നോക്കിയാൽ നിനക്ക് മനസ്സിലാവും എല്ലാവരും നല്ലവരാണെന്നും എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടമാണെന്നും. മനസ്സിലായി. ഇന്നു മുതൽ പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങുക അവന്തിക. ക്ഷമയും കരുണയും സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യ സ്ത്രീയായി. പാദത്തോളം താഴ്ന്നാലല്ലേ പ്രാണൻ പോകാതെ നിലനിൽക്കാൻ പറ്റൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെടി. നീ നിൽക്ക്.
ഞാൻ ചായ എടുക്കാം. ഏയ് ഇപ്പൊ ഒന്നും വേണ്ട. ഇനി ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. അന്ന് നല്ലൊരു ട്രീറ്റ് തന്നാ മതി. ഹലോ, ഞാൻ അബ്ദുൾ ഖാദറാ. ആ എന്താ ഡോക്ടർ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. അവന്തിക ഇപ്പൊ ഇവിടെ വന്നിരുന്നു. ഞങ്ങളോട് മാപ്പൊക്കെ പറഞ്ഞു. അവിടെയും വന്നോ? ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചിരുന്നു. ചെയ്ത തെറ്റുകൾക്കൊക്കെ നല്ല കുറ്റബോധമുണ്ട് ഇപ്പം ആ പാവത്തിന്. എന്നിട്ട് അർച്ചനയ്ക്ക് എന്ത് തോന്നി? ഒരു ദിവസം കൊണ്ട് അവന്തിക മാറിയെന്ന് അർച്ചനയ്ക്ക് തോന്നുന്നുണ്ടോ? മനുഷ്യനല്ലേ, മാറാനും മറക്കാനും അധികം സമയമൊന്നും വേണ്ടല്ലോ. സങ്കടത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ എനിക്കും വിഷമം വന്നു. എന്നാ വിശ്വസിക്കരുത്. ഇത് അവന്തികയുടെ ഒരു ട്രാപ്പാണ്. അവിടെ വന്ന് എല്ലാ കുറ്റങ്ങളും സമ്മതിച്ച് മാപ്പ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഡോക്ടർക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അത് അവന്തികയുടെ നാവിൽ നിന്ന് വന്ന ഒരു വാചകം തന്നെയാണ്. പാദത്തോളം താഴ്ന്നാലല്ലേ പ്രാണൻ പോകാതെ നിലനിൽക്കാൻ പറ്റൂ. ആ വാചകത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് സന്ധ്യയ്ക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, അവന്തികയെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അവള് വേറെന്തോ മനസ്സിൽ കണ്ടിട്ട് ഈ പുതിയ മുഖംമൂടി എടുത്ത് അണിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം എല്ലാവരോടും പറയൂന്ന് ഭയന്നിട്ട്. അതുകൊണ്ട് തൽക്കാലം അവന്തികയെ നമ്മളെല്ലാരും വിശ്വസിച്ചു എന്ന് അഭിനയിച്ചാൽ മതി. എപ്പോഴും ഒരു അകലം പാലിച്ച് നിൽക്കുകയും വേണം. മനസ്സിലായോ അർച്ചനയ്ക്ക്? അർച്ചന, ഇതൊക്കെ നീ എന്തിനാ ചെയ്യാൻ നിൽക്കുന്നേ? അമ്പിളിയോട് പറഞ്ഞ അവളിത് മോളിക്കൊണ്ട് തരുമായിരുന്നല്ലോ. ഇതെന്റെ ഒരു ശീലമായിപ്പോയി. എനിക്കേ നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. വാ, എന്നിട്ട് ഇവിടെ വന്നിരിക്ക. ഇവിടെ വയ്ക്ക. ഇരിക്ക്. എന്താ എടുത്തി? നിന്റെ സച്ചിയുടെയും ജീവിതം ഇപ്പൊ എങ്ങനെയുണ്ട്? സന്തോഷത്തിലാണ്. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് സച്ചി പൂർണ്ണമായിട്ടും സ്നേഹിച്ചു തുടങ്ങിയോന്നാ ഞാൻ ചോദിച്ചത്. 6 മാസം അകന്നു കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്നൊരടുപ്പത്തിന് സാധ്യതയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ആ ഒരു അകൽച്ച ഇനിയും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുതെന്ന് പറയാനാ ഞാൻ നിന്നോട് ഇരിക്കാൻ പറഞ്ഞേ. നിന്നെ കണ്ടെത്തി ഞാൻ സച്ചിയെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം പറയാൻ എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നീയും സച്ചിയും പെർഫെക്റ്റ് കപ്പിളാണെന്ന് സ്നേഹത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയൊരിക്കലും അകലരുതെന്നും നിങ്ങൾ തീരുമാനിച്ച് കാണണം. ഇനി മറ്റുള്ളവരുടെ മുമ്പിലല്ല, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങണം. ഇപ്പൊ പാലും കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആളെ കാണാത്തോണ്ട് ഇറങ്ങി വന്നതാ. എന്താ രണ്ടാളും കൂടെ ഒരു സംസാരം? ഞാൻ അർച്ചനയോട് ചില കാര്യങ്ങൾ പറയായിരുന്നു. എനിക്കൂടെ കേൾക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനും കൂടെ കേൾക്കാം. നീയും കേൾക്കേണ്ട കാര്യം തന്നെ.
6 മാസത്തോളമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ആ കാലയളവിൽ നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്ന് എനിക്കറിയാം. ഇനി അതെല്ലാം മറന്ന് നിങ്ങൾ രണ്ടുപേരും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം. ഏട്ടത്തിയുടെ ആഗ്രഹം അതാ. അർച്ചന ഈ വീട്ടിലേക്ക് വന്ന ദിവസം ഓർമ്മയില്ലേ? അന്ന് ഞാനാ അർച്ചനയുടെ കയ്യിൽ പാൽ ഗ്ലാസ് എടുത്തു കൊടുത്ത് മുറിയിലേക്ക് കയറ്റിവിട്ടത്. ഇന്ന് ഈ 2 ഗ്ലാസ് പാല് വേണ്ട. ദാ പിടിച്ചേ. ഇന്ന് അന്നത്തെ ആ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് കരുതിയാൽ മതി. അന്നത്തെ പോലെ അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിന്റെ ചേർച്ച കൊണ്ട് ഒരു മണിയറ ഒരുക്കണം നിങ്ങള്. ഈശ്വരാനുഗ്രഹം ഉള്ളവരാ നിങ്ങൾ. അച്ഛൻ്റെ എൻ്റെയൊക്കെ ആഗ്രഹം പോലെ ഒരു പൊന്നോമനെ തരാൻ ആ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എടോ, താനെന്താ ഡെസ്പായിരിക്കുന്നേ? ഒന്നുമില്ല. ഏട്ടത്തി പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാണോ? ഒരു തരത്തിൽ ആലോചിച്ചാ അതൊരു സത്യമായ കാര്യമല്ലേ? ഇപ്പോ നമുക്കിടയിൽ വഴക്കും പിണക്കൊന്നുമില്ലല്ലോ. ആ, ഇനി നമുക്കൊരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. എവിടെ? തന്റെ മുഖം തെളിയാതെ ഞാനിതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താനി പാല് കുടിക്കേ, അപ്പൊ ക്ഷീണമൊക്കെ മാറും. അല്ലെങ്കിലേ അത് ഞാൻ കുടിക്കാം. ഇനി താൻ കുടിക്കേ. സജീണതോടെ വെച്ചേ, എനിക്കിപ്പോ ഒന്നും വേണ്ട. നേരത്തെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു മണിയറയൊക്കെ ഒരുക്കായിരുന്നു. സച്ചേട്ടൻ കിടക്കാൻ നോക്ക. അർച്ചന, തനിക്കിത് എന്തു പറ്റി? സച്ചേട്ടാ, എനിക്ക് വയ്യാണ്ടിരിക്കുവോ. വയറിനും നടുവിനൊക്കെ നല്ല പെയിനുണ്ട്. അതുകൊണ്ട് എൻ്റെ മൂഡ് എന്നും ഒട്ടും ശരിയല്ല. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കേണ്ടി വരും. കട്ടിൽ കിടന്നാൽ അത് സച്ചേട്ടനൊരു ബുദ്ധിമുട്ടാവും. സച്ചേട്ടാ, ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചു. തനിക്ക് വയ്യാത്ത കാര്യം നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഇങ്ങനെ വയ്യാതാവുമ്പോ
ഞാൻ തൻ്റെ അടുത്തുനിന്ന് മാറിയല്ല കിടക്കേണ്ടത്, തൻ്റെ ഒപ്പോ.